എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ആരാണെന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആകർഷിക്കുന്ന ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ സൂര്യനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നോക്കാം. പർവ്വതവും സൂര്യനും ഉൾപ്പെട്ട ഒന്നാമത്തെ ചിത്രം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതുതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആരാണ്? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം പർവ്വതങ്ങൾക്ക് തുല്യമായ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്യുകയായിരുന്നു. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ അകപ്പെട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പോലും കരുതിയിരുന്നില്ല ഈ പ്രശ്നങ്ങളെ എനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു, ഈ പ്രശ്നത്തെ അവൻ ഓർ അവൾ അത് മാറ്റി, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ അതിജയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോലും ആത്മവിശ്വാസം പലപ്പോഴും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പ്രതിസന്ധിയിലേക്ക് ഓരോന്നിലും അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ശത്രുതയുള്ള ആൾക്കാർ പറഞ്ഞു, ഇല്ല രക്ഷപ്പെടില്ല, ഇനി രക്ഷയില്ല, അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് നന്മ പകരുന്നതായിരുന്നു, നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായിരുന്നു. ഈശ്വര ചിന്തയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ വിശ്വാസം അർപ്പിച്ച ആ പോസിറ്റീവ് എനർജിയുടെ ശക്തിയാൽ, ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്താൽ ഓരോ പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്തു, ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ തരണം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പല തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചു. ജീവിതത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കും എന്നുള്ള സംശയം നിങ്ങളിലുണ്ടായിരുന്നു. നിങ്ങളുടെ ശത്രുക്കൾ ഒരുപാട് ഒളിഞ്ഞിരുന്ന് സന്തോഷിച്ചിരുന്നു. ഇനി അവൻ ഓർ അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, തകർന്ന് തരിപ്പണമാകും. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. നിങ്ങൾ ആ ശക്തിയിൽ വിശ്വസിച്ച വിശ്വാസം, നിങ്ങൾ ആ ശക്തിയിൽ അർപ്പിച്ച ആ വിശ്വാസം, അതിൻ്റെ ശക്തിയാൽ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ വിജയങ്ങളുണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരായിരിക്കും അത്? നിങ്ങൾ ആരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ആൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനുള്ള സാധ്യതകളില്ല എന്ന് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഒക്കെ കരുതിയേക്കാം. നിങ്ങളെ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും കിട്ടില്ല എന്ന് തീരെഴുതിയിരിക്കുന്ന അവസ്ഥയിൽ ആളുകളുണ്ട്. കാരണം അതിനുള്ള സാധ്യതകളും കുറവാണ്. മറ്റാരെങ്കിലും അതിലേക്ക് വരുമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തി സ്നേഹിക്കുമെന്നോ, ഇഷ്ടപ്പെടുമെന്നോ, സ്വീകരിക്കുമോ എന്നൊക്കെ നിങ്ങൾ കരുതിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിനൊരു കോൺഫിഡൻസ് ഇല്ല. അത് എങ്ങനെ എനിക്ക് ലഭിക്കും, എനിക്കത് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. പക്ഷേ അതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആര് വരാൻ നിങ്ങൾ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി തീർച്ചയായും വന്നിരിക്കും. തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊരു ഉദയ സൂര്യനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ അഭയം തേടിയ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ ആ വ്യക്തി തീർച്ചയായും വന്നിരിക്കും. നിങ്ങളെപ്പോലും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. അങ്ങനെ സംഭവിക്കുമോ എന്ന്. പക്ഷേ അത് സംഭവിച്ചിരിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അടുത്തതായി രണ്ടാമത്തെ സൂര്യൻ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. വലിയ കയങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ വെളിച്ചം ഇല്ലാത്ത കയങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടതുപോലെ ഒരിക്കലും അതിൽ നിന്നൊരു കയറ്റം ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ ശത്രുക്കൾ വിധി എഴുതിയ ഒരു സമയമുണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടിരുന്നു, എൻ്റെ വിധി ഇതാണെങ്കിൽ ഞാനത് സ്വീകരിച്ചേക്കാം. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു, കൈപ്പേറിയത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും
ദുഃഖങ്ങളും ഒക്കെ സഹിച്ചാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് വന്നത്. നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെ ഞാൻ വിജയിക്കും, എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് കരയേറാൻ സാധിക്കും? പക്ഷേ ആ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന, നിങ്ങൾ എന്നെന്നും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിജയം ആ ശക്തി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാനും സ്നേഹിക്കാനും ഉണ്ട്, ഒരുപാട് പേര് നിങ്ങൾക്കൊപ്പം നിൽക്കാനും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എതിർക്കുന്ന ആളുകളുണ്ട്, നിങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ചിലർ എതിർക്കുന്നു. നിങ്ങൾക്കൊപ്പമുള്ളവർ പോലും ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടാകാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്കൊപ്പമുള്ളവർ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലരുതെന്നും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകരുതെന്നും അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കരുതെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട്, അവരെയൊക്കെ അതിജയിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. പക്ഷെ നിങ്ങളൊരു സംശയവും വെക്കണ്ട. കാണാക്കയങ്ങളിൽ അകപ്പെട്ടു പോയ നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ശക്തി തീർച്ചയായിട്ടും എത്തും. ആ ശക്തിയുടെ പിന്തുണയാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയം വരിക്കും. ആ ശക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ ശക്തിയോട് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. നിങ്ങൾ നൽകിയ ആ നന്മ, നിങ്ങളുടെ ശക്തി, പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ മേടിക്കാനും മടിയുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ഒരാളോട് സഹായം അഭ്യർത്ഥിക്കാനും മടിയാണ്. അത് ചോദിക്കേണ്ട അയാൾക്ക് എന്ത് തോന്നുമെന്നൊക്കെയാണ്. എല്ലാ സമയത്തും 24 മണിക്കൂറും വിശ്വസിക്കുന്ന ശക്തിയിൽ കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരനുമല്ല നിങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവക്കാരിയുമല്ല. പക്ഷേ ആ ശക്തി അറിഞ്ഞു പെരുമാറുകയാണ്. നിങ്ങൾക്ക് ഏതാണ് നന്മയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എനിക്ക് ഏതാണ് നന്മയെന്ന് എനിക്കറിയില്ല എന്നുള്ള അവസ്ഥയാണ് നിങ്ങളിലുള്ളത്. പക്ഷേ നിങ്ങളുടെ ശക്തി നിങ്ങളെ വിജയിപ്പിക്കുകയും നിങ്ങളുടെ ശക്തി നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. എത്ര ശക്കളുണ്ടെങ്കിലും, എത്ര പേർ നിങ്ങളെ വഞ്ചിക്കാൻ വന്നാലും, എത്ര പേർ നിങ്ങളെ ചതിക്കാൻ വന്നാലും അതിൽ നിന്നൊക്കെ ആ ശക്തി നിങ്ങളെ രക്ഷിക്കും. ആ ശക്തിയുടെ ദിവ്യമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ആരാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആൾ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും നിങ്ങൾക്കൊപ്പം വരില്ലെന്ന്. പക്ഷേ എന്നാലും വന്നേ പറ്റൂ. എത്ര നിങ്ങളെ അവഗണിച്ച ആളും എത്ര നിങ്ങളെ പരിഗണിക്കാത്ത ആളും നിങ്ങളെ തീർച്ചയായിട്ടും പരിഗണിച്ചിരിക്കുക. അത് ആ ശക്തിയുടെ വിജയമാണ്. പോസിറ്റീവായിട്ട് പോയിക്കോ. ഇനി ആ വ്യക്തി ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി നിങ്ങളുടെ ശക്തി അത് സാധ്യമാക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ കാത്തിരിക്കുക, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.